ഡി.കെ. ശിവകുമാർ കർണാടക കോൺഗ്രസിന്റെ കരുത്തൻ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഈ ചോദ്യം വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും തമ്മിൽ ഈ അധികാരത്തിലേക്ക് ഒരു ഉപാധി വെച്ചിട്ട് നിന്നിരുന്നു. ആ ഉപാധി എന്ന് പറയുന്നത് രണ്ടുപേർക്കും 2.5 വർഷം വീതമുള്ള ധാരണ എന്നുള്ളതാണ്. എന്നാൽ സിദ്ധരാമയ്യയുടെ മകൻ്റെ അടുത്തിടെയുള്ള പ്രസ്താവനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് അങ്ങനെ വഴിമാറി കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഡി.കെ. ശിവകുമാർ തനിക്ക് യോജിച്ച മറ്റൊരു പാളയത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് ബി.ജെ.പി ആണോ എന്നുള്ളതാണ് ചോദ്യം. ഡി.കെ. ശിവകുമാർ ബി.ജെ.പിയിലേക്ക് പോകും എന്ന് വാസ്തവത്തിൽ പ്രചരിപ്പിക്കുന്നത് ഈ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം, സിദ്ധരാമയ്യ വിഭാഗം നേതാക്കൾ തന്നെയാണ്. നമുക്കറിയാം, കർണാടകയിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം നേടി, സ്നേഹത്തിൻ്റെ കട തുറന്നു, രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ ആ സ്നേഹത്തിൻ്റെ കടയിൽ വെറുപ്പ് വിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ സിദ്ധരാമയ്യ ജനതാദളിലൂടെ കോൺഗ്രസ്സിലെത്തിയ ഒരു നേതാവാണ്. അദ്ദേഹം ഡി.കെ. ശിവകുമാറിനെ പോലെ തുടക്കം മുതൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു വന്നയാളല്ല. പക്ഷെ ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും എതിർക്കുന്നതിൽ വലിയ ശുഷ്കാന്തി കാണിക്കുന്ന നേതാവാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും ഹിന്ദു വിരുദ്ധമാണ് എന്ന ആരോപണവും ആക്ഷേപവും കർണാടകയിൽ നിരവധി തവണ ഉയർന്നിരുന്നു. അങ്ങനെയുള്ള സിദ്ധരാമയ്യ മുസ്ലിം വോട്ട് ക്യാമ്പയിൻ ചെയ്യുന്നതിലും ഈ പറയുന്നത് പോലെ ബി.ജെ.പി വിരുദ്ധ ആർ.എസ്.എസ് വിരുദ്ധ വോട്ടുകൾ പിടിച്ചെടുക്കുന്നതിലും പട്ടികജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾ പിടിച്ചെടുക്കുന്നതിലും ഒക്കെ നല്ല മിടുക്കുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരവ് കോൺഗ്രസ്സിന് മുതൽക്കൂട്ടായി. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ് ഡി.കെ. ശിവകുമാർ. അദ്ദേഹവും ഒരു OBC വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹം ഈ ഒക്കലിംഗ സമുദായക്കാരനാണ്, വീരശൈവ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഈ ഗൗഡരുടെ വോട്ട് അത് പിടിച്ചെടുക്കുന്നതിൽ, ആ OBC വിഭാഗത്തെ കൂടെ നിർത്തുന്നതിൽ ശിവകുമാറിന് പ്രത്യേക മിടുക്ക് തന്നെയുണ്ട്. അദ്ദേഹം ഒട്ടും മോശക്കാരനല്ല. ഇതിനെല്ലാം ഉപരി കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല ഫണ്ട് റൈസർ, ഫണ്ടുകൾ കണ്ടെത്താനും അത് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന ഒരു നേതാവ്, അതിന് ബന്ധമുള്ള നേതാവ്, അതിന് മിടുക്കുള്ള നേതാവ് ഡി.കെ. ശിവകുമാറാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അവിടെ കർണാടകയിൽ 5 വർഷം ബി.ജെ.പി എങ്കിൽ അടുത്ത 5 വർഷം കോൺഗ്രസ്, അടുത്ത 5 വർഷം വീണ്ടും ബി.ജെ.പി, ഇങ്ങനെ മാറി മാറി പോവുകയാണ്. കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച, കർണാടകയിൽ കാണുന്ന കാഴ്ച അതാണ്. അപ്പോൾ ബി.ജെ.പി മാറി അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ ധാരണ 2.5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കട്ടെ, 2.5 വർഷം ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകട്ടെ, ബാക്കി 2.5 വർഷം. ഇങ്ങനെ ഒരു അനൗദ്യോഗിക അല്ലെങ്കിൽ അനൗപചാരികമായ ഒരു ധാരണ ഉണ്ടാക്കിയതായി പറയപ്പെടുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡോ കർണാടക കോൺഗ്രസ് നേതൃത്വമോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു ധാരണ അവിടെ ഉണ്ടായതായിട്ട് പൊതുവെ പറയപ്പെടുന്നു. മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ പ്രകാരം ഈ 2.5 വർഷം സിദ്ധരാമയ്യയുടെ ആദ്യത്തെ ടേം 2.5 വർഷം ഇപ്പോൾ പൂർത്തിയാകുകയാണ്. നവംബറിൽ അദ്ദേഹം രാജിവെച്ച് ഡി.കെ. ശിവകുമാറിന് വഴിയൊരുക്കണം എന്നതാണ് പൊതുവെ പറഞ്ഞിരുന്നതും ഇപ്പോൾ കേൾക്കുന്നതും. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ബെളഗാവിയിൽ ഒരു ചടങ്ങ് നടന്നു. അവിടെ കനകദാസ് പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സിദ്ധരാമയ്യയുടെ മകൻ സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര അവിടെ ഒരു വെടി പൊട്ടിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഈ ബെൽഗാമിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ നിലവിൽ അവിടെ PWD മിനിസ്റ്റർ ആയിരിക്കുന്ന അദ്ദേഹം വന്നിട്ട് ബെൽഗാവിയിലെ യമകൻ മാർഡി മണ്ഡലത്തിൽ നിന്നുള്ള നേതാവാണ്, MLA ആണ്. അദ്ദേഹം ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയാണ്, സതീഷ് ജാർഖോളി. ഈ സതീഷ് L ജാർഖോളി സിദ്ധരാമയ്യയുടെ പിൻഗാമിയാകാൻ ഏറ്റവും യോഗ്യനാണ് എന്ന വെടിയാണ് അദ്ദേഹം പൊട്ടിച്ചത്. കർണാടക കോൺഗ്രസിനെ നയിക്കാൻ കരുത്തുള്ള ഒരു നേതാവാണ് സതീഷ് ജാർഖോളി എന്നും യതീന്ദ്ര അവിടെ പറഞ്ഞു വെച്ചു. അതായത്
മകനെ കൊണ്ട് സിദ്ധരാമയ്യ പറയിക്കുകയായിരുന്നു സതീഷ് ജാർക്കോളിയുടെ പേര് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഒരുപോലെ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്. യതീന്ദ്ര പറഞ്ഞു, എൻ്റെ അച്ഛന് പ്രായമായി, അദ്ദേഹത്തിന് ഇനി സജീവ രാഷ്ട്രീയത്തിൽ തുടരാൻ സാധിക്കില്ല, അദ്ദേഹം അധികം വൈകാതെ വിരമിക്കും, സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കും, അദ്ദേഹം കർണാടക കോൺഗ്രസ്സിന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ സജീവമായിരിക്കും, പക്ഷേ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഭരണതലത്തിൽ നിന്നൊക്കെ അദ്ദേഹം ഒഴിവാകും എന്ന് യതീന്ദ്ര പറഞ്ഞു. അങ്ങനെ പറഞ്ഞ യതീന്ദ്ര അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട്, സിദ്ധരാമയ്യയുടെ പിൻഗാമിയായിട്ട് സതീഷ് ജാർക്കോളി വരുന്നതായിരിക്കും നല്ലത്, അദ്ദേഹത്തിന് കർണാടക കോൺഗ്രസിനെ നേരായ ദിശയിൽ നയിക്കാൻ കഴിയും എന്നും കൂട്ടിച്ചേർത്തു. ഇതാണ് ഇപ്പോൾ കർണാടകയിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ സിദ്ധരാമയ്യയുടെ പിൻഗാമിയായിട്ട് സതീഷ് ജാർക്കോളി മുഖ്യമന്ത്രിയായി അധികാരമേറ്റാൽ അവിടെ DK ശിവകുമാർ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കും എന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണം അവിടെ വളരെ ശക്തമാണ്. അങ്ങനെയെങ്കിൽ ഒരു കൂട്ടം MLA-മാരെയും കൊണ്ട് തൻ്റെ ഒപ്പം നിൽക്കുന്ന MLA-മാരെ, ഈ BJPയെ കുറിച്ച് അവിടെ പൊതുവെ കേൾക്കുന്നത് യെഡ്യൂരപ്പ ഈ ഓപ്പറേഷൻ ലോട്ടസ് നടത്താൻ മിടുക്കനായിരുന്നു, കോൺഗ്രസ് MLA-മാരെ പണവും മറ്റും കൊടുത്ത് സ്വാധീനിച്ച് പ്രലോഭിപ്പിച്ച് ചാക്കിട്ട് തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നയാളാണ്. ഈ പൊതുവെ ഉത്തരേന്ത്യയിലടക്കം ഈ ഓപ്പറേഷൻ ലോട്ടസ് ആരംഭിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നമ്മൾ പല മണ്ഡലത്തിലും പല സംസ്ഥാനങ്ങളിലും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ BJP ഭരണത്തിലേറാൻ MLA-മാരെ തികയ്ക്കാൻ കേവല ഭൂരിപക്ഷം നേടാൻ വേണ്ടിയിട്ട് മറ്റു പാർട്ടികളിലെ MLA-മാരെ ചാക്കിട്ട് പിടിക്കുന്നു എന്ന ആക്ഷേപം വളരെ ശക്തമാണ്. കോൺഗ്രസ് അത് ഉന്നയിക്കുന്നുണ്ട്. നിരവധി കോൺഗ്രസ് MLA-മാർ കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രി അടക്കം BJPയിലേക്ക് പോയി BJP മുഖ്യമന്ത്രിയായ ചരിത്രം പോലും ഉണ്ട്. ആസാമിലെ ചരിത്രം അതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ DK ശിവകുമാർ തനിക്കൊപ്പം നിൽക്കുന്ന MLA-മാരെയും കൂട്ടി നേരെ BJPയിലേക്ക് പോകും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ BJPക്ക് കേവല ഭൂരിപക്ഷമാകും, DK ശിവകുമാർ അവിടെ മുഖ്യമന്ത്രിയാകും, കർണാടകയുടെ ഭരണം DK ശിവകുമാറിൻ്റെ കയ്യിലേക്ക് എത്തും എന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണം വളരെ ശക്തമാണ്. ഇത് സിദ്ധരാമയ്യയുടെ അണികൾ തന്നെ വലിയ രീതിയിൽ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിനെ തകർക്കാൻ DK ശിവകുമാർ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. DK ശിവകുമാർ ആകട്ടെ പലപ്പോഴും താൻ BJPയിലേക്ക് പോകും എന്ന ഒരു തോന്നൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. അദ്ദേഹം നമ്മുടെ കോയമ്പത്തൂർ പോയിട്ട് ആശ്രമത്തിൽ ചെന്ന് നമ്മുടെ ഈശ ഗുരുവിൻ്റെ ആശ്രമത്തിൽ ചെന്ന് പരിപാടിയിൽ സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. ശിവരാത്രി ദിവസം നടന്ന പരിപാടിയിൽ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJPയുടെ രാഷ്ട്രീയ ചാണക്യനുമായ അമിത്ഷായ്ക്കൊപ്പം ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇതൊക്കെ ശിവകുമാറിൻ്റെ BJP പ്രവേശനത്തെക്കുറിച്ച് ഉള്ള സൂചനകളാണ് എന്നാണ് പൊതുവെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുന്നത്. എന്തായാലും അത്തരത്തിൽ ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് തൻ്റെ വരുതിക്ക് നിർത്താൻ DK ശിവകുമാറിന് സാധിക്കുന്നുണ്ട്. കാരണം കൂടുതൽ കളിച്ചാൽ, എന്നെ ഉപദ്രവിച്ചാൽ, എനിക്ക് അർഹതപ്പെട്ടത് തന്നില്ലെങ്കിൽ ഞാൻ BJPയിലേക്ക് പോകും, കോൺഗ്രസിനെ പിളർത്തും. കാരണം അദ്ദേഹത്തിന് നല്ല സ്വാധീനമാണ്. അദ്ദേഹത്തിൻ്റെ മിടുക്ക് കൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചതും സ്നേഹത്തിൻ്റെ കട അവർക്ക് തുറക്കാൻ സാധിച്ചതും. പക്ഷെ കട തുറന്നതിന് ശേഷം സിദ്ധരാമയ്യയും DK ശിവകുമാറും പലപ്പോഴും നേരിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുമാത്രമല്ല, കർണാടകയിൽ തുറന്ന കോൺഗ്രസിൻ്റെ സ്നേഹത്തിൻ്റെ കടയിൽ നിന്ന് വെറുപ്പ് വിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പലപ്പോഴും സിദ്ധരാമയ്യ തന്നെ ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ചും ഹിന്ദുക്കളെ മുൾമുനയിൽ നിർത്തുന്ന, അവരെ പ്രതിരോധത്തിലാക്കുന്ന, അവരെ ഇകഴ്ത്തുന്ന പല നടപടികളും അദ്ദേഹം സ്വീകരിച്ചു. അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. ഇപ്പോൾ വലിയ രീതിയിൽ സൗജന്യം കൊടുത്തുകൊണ്ട് സിദ്ധരാമയ്യ കർണാടകയുടെ ഖജനാവ് മുടിപ്പിച്ചിരിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. കർണാടകയിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണമില്ല, അത് മുഴുവനും ജനങ്ങൾക്ക് സൗജന്യം കൊടുക്കാൻ വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കർണാടകയുടെ വികസനം മുരടിക്കുകയാണ് എന്ന ആക്ഷേപവും വളരെ ശക്തമാണ്.
ഈ വീരശൈവ വിഭാഗത്തിൽപ്പെടുന്ന DK ശിവകുമാറിൻ്റെ കയ്യിൽ നല്ലൊരു വോട്ട് ബാങ്കുണ്ട്. അതുപോലെ BJPയുടെ അവിടുത്തെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ലിംഗായത്തുകാരാണ് അവിടെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് BJPക്ക് ഒപ്പം അടിയുറച്ചു നിൽക്കുന്നു. അതിലൊരു വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയോട് പിണങ്ങി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതൊക്കെ കൊണ്ടാണ് അവിടെ BJP വലിയ പ്രതിരോധത്തിലായത്, അല്ലെങ്കിൽ BJP പ്രതിപക്ഷത്തായത്. തോറ്റതിന് കാരണം അതാണ്. തുടർഭരണം കിട്ടിയില്ല, അത് കോൺഗ്രസ്സിലേക്ക് പോയി. കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ മറ്റ് സമുദായങ്ങളെ, OBC വിഭാഗങ്ങളെ, പട്ടികജാതി വിഭാഗങ്ങളെ, ഒപ്പം ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെ, ഇവരെ കോൺഗ്രസ്സിനൊപ്പം നിർത്താനായി. അതേസമയം BJP കടലോര പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ ഇവരെയും നമ്മുടെ ലിംഗായത്തുകാരെയും ഒപ്പം നിർത്തിയാണ് BJP അവിടെ 60-ലധികം സീറ്റ്, ഏതാണ്ട് 66 സീറ്റിലെന്തോ BJP ജയിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നത് ഇതുകൊണ്ടാണ് എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. എന്തായാലും കർണാടക കോൺഗ്രസ് ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്ന് നമുക്ക് കരുതാം.